ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കാവുന്ന ഒരു തക്കാളിക്കറിയാണ്. നമുക്ക് ഈ ഒരു തക്കാളിക്കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ തക്കാളിക്കറി നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മൺചട്ടിയിൽ തക്കാളിയും ഒരു സവോള, അതായത് 3 തക്കാളിയും ഒരു സവോളയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സൂപ്പർ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഈ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ മൺചട്ടി ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട, അതില്ലാതെയും നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയാൽ രുചിയുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് 3 ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിക്കൊന്നും വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. ഇപ്പോഴത്തെ തക്കാളിക്കൊന്നും പുളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് 4 തക്കാളി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു സവോള, ഒരു മീഡിയം സൈസായിട്ടുള്ള സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 3 പച്ചമുളകും ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൽ ഒരു പച്ചമുളക് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി 2 പച്ചമുളകും ഈ ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചിട്ട് എടുത്തിട്ട് വരാം. ചതച്ച് ചേർക്കുന്നതാണ് ഈ ഒരു കറിക്ക് ഏറ്റവും സ്വാദ് കൂടുതൽ. അപ്പം ഞാൻ ആ 2 പച്ചമുളകും ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് നടുവേ കീറിയിട്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പച്ച കളറിലൊക്കെ കാണാനൊക്കെ ഒരു ഭംഗിയാണ്. പിന്നെ അതുമല്ല, പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിൽ ഇറങ്ങുന്നതും ഒരു ടേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് 3 പച്ചമുളകും ചതച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചതച്ചിട്ട് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ആണെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം മാത്രമുള്ള വെളിച്ചെണ്ണ ഇതിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഞാനപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം. എങ്കിലാണ് ആ തക്കാളിയുടെ ഒരു നീരും സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വിട്ട് നന്നായിട്ട് വരത്തുള്ളൂ. തക്കാളിയുടെ നീരിറങ്ങുന്നതാണ് ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ്. അപ്പോൾ ഇതിൽ ആ തക്കാളിയുടെ നീരിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞരടി കൊടുക്കാണ്ട് ഉണ്ടാക്കുന്നവരാണ് പലവരും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഞെരടാതെ ചെയ്യുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കറി വേറൊരു ടേസ്റ്റിലോട്ട് മാറും. അതായത് നല്ല ടേസ്റ്റ്, കുറച്ചും കൂടെ നല്ല രുചിയിലോട്ട് മാറും. അപ്പോൾ ഞാനൊന്ന് ഞെരടി എടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഒന്ന് ഞെരടി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, അതൊന്ന് പാകത്തിനായോ എന്ന് അറിയാനായിട്ട്. അപ്പം നമുക്ക് ഇത്രയും വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത, നമുക്ക് സവോള തക്കാളി ഒന്നും നന്നായിട്ടൊന്നും വഴണ്ടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വേവിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കുഞ്ഞ് ബൗളിനകത്തോട്ട് ഞാനൊരു 1/2 മുറി തേങ്ങ ചെരുകിയതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചേർത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ അല്പം ഒരു 3-4 കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മുടെ അരപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്നതില്ലേ, അത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ 2ഉം യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് 2ഉം ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് ഞാൻ അരച്ചെടുത്ത് വരുന്നത് കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല മഷി പോലെ, നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതുപോലെയൊക്കെ നമ്മൾ ഈ വെളുത്തുള്ളി ഒക്കെ അതുപോലെ
അതുപോലെ ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഈ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ അടിയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നമുക്ക് മിക്സിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ആദ്യം ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല, കുറച്ചും കൂടെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ 1/4 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. ഞാനപ്പോൾ കുറച്ചും കൂടെ ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇതുപോലെ നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുത്ത് വരണം. അപ്പോൾ ഞാനിതൊന്ന് സ്പൂണിൽ കാണിക്കാം എത്രമാത്രമാണ് അരഞ്ഞ് വരേണ്ടതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. കണ്ടോ, ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം നമ്മുടെ അരപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്തായി നമ്മുടെ തക്കാളി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പം അത്യാവശ്യമൊക്കെ തളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കയ്യിലെ ആ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റും കൂടെ ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇങ്ങനെ അത്യാവശ്യമൊക്കെ ചെറുതായിട്ടൊക്കെ വറ്റി തുടങ്ങി. നമ്മുടെ സവോള തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ടും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് വേണം എന്നുള്ളവർക്ക്. ചില ആൾക്കാർക്ക് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, കുറച്ചിങ്ങനെ ചാറൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും അധികം ആൾക്കാർ. അപ്പോൾ ഞാൻ ആദ്യം അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടി വേണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് തിളയ്ക്കാൻ വിട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പം അത് നല്ല തിക്ക് വേണമെന്നുള്ളവർക്ക് അതല്ല, ഞാനിന്നിപ്പോൾ ഇച്ചിരി ഒരു ചാറ് പോലെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിക്സി ജാറിനകത്തോട്ട് അല്പം ചെറു ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കണം. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ രുചി അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടുവെള്ളം മിക്സിയുടെ ജാറിലൊന്ന് ചുറ്റിച്ച് ഞാനതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കുകയാണ് കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കണക്കൊക്കെ നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മൂടി വെച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് 2 തള വരണം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു തള വരുന്നത് വരെ നമുക്കൊന്ന് ആദ്യം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു തള വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു തളം കൂടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത തള വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്ത തളയും വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് താളിക്കണം. പിന്നെ നമുക്കറിയാം ചട്ടിയിലായതുകൊണ്ട് ആ ചൂടിൽ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളമുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഉണക്കമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്തോട്ട് അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയിൽ. ഇനി നമുക്ക് കറി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല സ്വാദുള്ള നല്ല അടിപൊളി കറിയാണ് തക്കാളി കറി. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടുന്നത് 3-4 തക്കാളി, അതനുസരിച്ച് ഒരു സവോള, പിന്നെ പച്ചമുളക്, അധികം പൊടികളും മസാലപ്പൊടികളും ഒന്നും വേണ്ട, ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. അപ്പോൾ ഈ സ്വാദേറിയ ഈ ഒരു തക്കാളിക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക.
എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.